أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب جند ما هنالك مهزوم من الأحزاب. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്ത് സ്വാദ് തുടരുകയാണ്. 7 വരെയുള്ള ആയത്തുകൾ നാം നേരത്തെ പഠിച്ചു. 8 മുതൽ 11 കൂടിയുള്ള ആയത്തുകൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളുടെ മുമ്പിൽ പ്രബോധനവുമായി വന്നപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്ന പരിഹാസവാക്കുകളും ന്യായീകരണങ്ങളും കുത്തുവാക്കുകളും അങ്ങനെ തുടങ്ങി പലതുമാണ് മുകളിലുള്ള ആയത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവരിങ്ങനെ പലതും പറഞ്ഞു. ഒരു പുതിയൊരാൾ വന്നിരിക്കുന്നു, പുതിയൊരു മതവുമായിട്ട് വന്നിരിക്കുന്നു, ഞങ്ങളൊന്നും ഇത് ഞങ്ങളുടെ പൂർവ്വമതങ്ങളിൽ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് അവസാനമായിട്ട് ലഭിച്ച മതത്തിലാകട്ടെ ക്രിസ്തീയ മതത്തെ ആയിരിക്കാം അവർ ഉദ്ദേശിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ സംബന്ധിച്ചായിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങളുടെ മതത്തിലാവട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവസാനമായി വന്നു കിട്ടിയ മതത്തിലാവട്ടെ, അതിലൊന്നും തന്നെ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഈ സന്ദേശമൊന്നുമില്ല. ഇതൊരു പുതിയ കാര്യമായിട്ട് വന്നിരിക്കുകയാണ്, ഒരു ജാലവിദ്യയുമായിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സൂറത്തു സ്വാദിലൂടെ. അപ്പോൾ ഇവിടെ 8ാമത്തെ ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ തുടർന്ന് പറയുന്നു, അഉൻസില അലൈഹി الذിക്റു മിൻ ബൈനിനാ ബൽ ഹും ഫീ ശക്കിൻ മിൻ ദിക്രി ബൽ ലമ്മാ യദൂഖൂ അദാബ്. മക്കാ മുശ്രിക്കുകൾ വീണ്ടും അവരുടെ പരിഹാസങ്ങളും പിന്നെ അവരുടെ ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. അഉൻസില അലൈഹി الذിക്റു, ഇദ്ദേഹത്തിന് ഇവന് ഉത്ബോധനം ഇറക്കപ്പെട്ടിരിക്കുകയാണോ? ഈ മുഹമ്മദിന് ഉത്ബോധനം എന്ന് പറഞ്ഞ് ഈ ദിക്ർ ഇറക്കപ്പെട്ടിരിക്കുകയാണോ വിശുദ്ധ ഖുർആൻ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മിംബൈനിന, ഞങ്ങൾക്കിടയിൽ നിന്ന്. ഞങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്, വലിയ വലിയ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, വലിയ വലിയ സമ്പന്നന്മാരുണ്ട്, ഇവിടെ അധികാരമുള്ള ആൾക്കാർ ഞങ്ങളാണ്. അങ്ങനെ ഞങ്ങൾക്കിടയിൽ എല്ലാ വേണ്ടപ്പെട്ടവരും നല്ലവരും വലിയവരുമായ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കെ ഒരു കേവലം യതീമായിട്ട് ജനിച്ച് അനാഥനായി വളർന്ന് ഒന്നുമില്ലാത്ത അധികാരങ്ങളില്ല, സമ്പത്തില്ലാത്ത അങ്ങനത്തെ ഒരുത്തനെയാണോ ഞങ്ങളിൽ സാധാരണക്കാരനായ ഈ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദിനെയാണോ അള്ളാഹു ദിവ്യ സന്ദേശം നൽകി, അഥവാ ദിക്ർ ഉത്ബോധനം നൽകി, വിശുദ്ധ ഖുർആൻ നൽകി അവനെയാണോ അയച്ചിട്ടുള്ളത്? ഞങ്ങളൊക്കെ അല്ലേ, ഞങ്ങളുടെ ഇടയിലൊക്കെ വലിയ വലിയ ആൾക്കാരില്ലേ? ബൽഹും ഫീ ശക്കിൻ മിൻ ദിക്രി, എന്നാൽ അവര് എൻ്റെ ഉത്ബോധനത്തെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ബല്ലമ്മാ യദൂഖൂ അദാബ്, തന്നെയുമല്ല അവർ എൻ്റെ ശിക്ഷ ഇതുവരെ ആസ്വദിച്ചിട്ടുമില്ല. അള്ളാഹു ഓർമ്മപ്പെടുത്തുക ഈ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ആ പ്രവാചകൻ കൊണ്ടുവന്നത് സത്യമതമല്ല, സത്യസന്ദേശമല്ല എന്നതിന് അബദ്ധജടിലമായ ന്യായങ്ങൾ നിരത്തിവെക്കുകയും ചെയ്യുന്ന ഇവരോട് വിശുദ്ധ ഖുർആൻ പറയുക, അല്ലെങ്കിൽ അള്ളാഹു പറയുക, എന്താ നിങ്ങൾ ഇക്കാര്യത്തിൽ സംശയത്തിലാണല്ലോ, ഇവരൊക്കെ സംശയത്തിലാണ്. എന്നിട്ട് അവരോട് പറയുന്ന എൻ്റെ ശിക്ഷ, അള്ളാഹുവിൻ്റെ ശിക്ഷ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, അത് അനുഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്ന അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഈ 8ാമത്തെ ആയത്തിൻ്റെ പദാനുപദാർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവർ പറയുന്ന ചില വാക്കുകൾ, ചില കാര്യങ്ങൾ അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുക. അഉൻസില, ഇറക്കപ്പെട്ടുവോ, ഇറക്കപ്പെട്ടിട്ടുണ്ടോ, അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നർത്ഥം. അലൈഹി, ഇവന്റെ മേൽ. അപ്പൊ ഇവന്റെ മേൽ ഇറക്കപ്പെട്ടിട്ടുണ്ടോ അദ്ദിക്റു, ഈ ഉത്ബോധനം. അപ്പൊ ഇവൻ പറയുന്ന ഈ ഉത്ബോധനം അഥവാ വിശുദ്ധ ഖുർആൻ
ഇത് ഇവന്റെ മേലിൽ അല്ലെങ്കിൽ ഇവനാണോ ഇറക്കി കൊടുത്തിട്ടുള്ളത്, ഇവന്റെ മേലിലാണോ ഇറക്കി കൊടുത്തിട്ടുള്ളത്? മിംബൈനിന, ഞങ്ങൾക്കിടയിൽ നിന്ന്. അതൊരു സൂചനയും കൂടെ ഉള്ള വാക്കാ. ഞങ്ങളാണ് പ്രമാണിമാര്, ഞങ്ങളാണ് നേതാക്കന്മാർ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഇവനാണോ ഇതൊക്കെ ഇറക്കി കൊടുത്തിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അതെന്തെങ്കിലും അള്ളാഹു ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും അള്ളാഹു ദിവ്യ സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളിൽ വലിയ വലിയ ആൾക്കാരില്ലേ, അവർക്കല്ലേ കിട്ടേണ്ടത്. ഈ നിസ്സാരക്കാരനായ ഒരു സാധാരണക്കാരനായ ഈ മുഹമ്മദിനാണോ ഇത് കിട്ടേണ്ടത് എന്നാണ് അവരുടെ ചോദ്യം. ഒരു പരിഹാസവാക്കാണ്. ബൽ, തന്നെയല്ല, ഹും ഫീ ശക്കിൻ, അവർ സംശയത്തിലാണ്. ഹും, അവർ, ഫീ ശക്കിൻ, സംശയത്തിലാകുന്നു. മിൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെ പറ്റി അവർ സംശയത്തിൽ തന്നെയാകുന്നു. അപ്പൊ ഞാൻ ഇറക്കിയ, അള്ളാഹു പറയുന്നത്, ഞാൻ ഇറക്കിയ ഈ വിശുദ്ധ ഖുർആൻ എന്ന ഈ ഉത്ബോധനത്തിൽ അവർ സംശയാലുക്കൾ തന്നെയാണ്. ബൽ, എന്നിട്ട് പിന്നെ വീണ്ടും അത് പറയാണ്, അതുമല്ല, ലമ്മ യദൂഖു, ഇതുവരെയും അവർ ആസ്വദിച്ചിട്ടില്ല. ലമ്മ പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ലമ്മ യദൂഖു, ഇതുവരെയും അവർ ആസ്വദിച്ചിട്ടില്ല. അദാബി, എന്റെ ശിക്ഷ. അദാബി എന്നാണ്, ബാവിന് കസറാണ്. അദാബി ഇത് യാവിട്ട് നീട്ടിയിട്ടാണ് വരിക, വഖഫിന്റെ സ്ഥാനത്താണ് ഒഴിവാക്കിയതാണ്. ബല്ലമ്മ യദൂഖു അദാബി എന്നാണ്, എന്റെ ശിക്ഷ എന്നാണ്. അപ്പോൾ ഇവിടെ അദാബ് ബാവിന് കസറാണ്, വഖഫിലാവുമ്പോൾ അത് സുക്കൂനോട് വായിക്കുന്നുള്ളൂ. ബൽ ലമ്മ യദൂഖു അദാബ്, എന്റെ ശിക്ഷ അവർ ഇതുവരെയും ആസ്വദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷയുടെ എന്തെങ്കിലും ഒരു ചെറിയ അംശമെങ്ങാനും ഇവരാരെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതേപോലെ നിരുത്തരവാദപരമായ പരാമർശങ്ങൾ അവർ ഉന്നയിക്കുമായിരുന്നില്ല. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ആയത്ത്, 9-ാമത്തെ ആയത്തിലേക്ക്. അം ഇൻദഹും ഖസാഇനു റഹ്മതി റബ്ബിക്കൽ അസീസിൽ വഖ്ഹാബ്. അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, അം ഇൻദഹും, അതുമല്ല അവരുടെ അടുക്കലുണ്ടോ, ഖസാഇനു, ഖജാനകളുണ്ടോ, റഹ്മത്തി റബ്ബിക, നിന്റെ നാഥന്റെ കാരുണ്യത്തിന്റെ ഖജാനകൾ അവരുടെ കൈവശമാണോ ഉള്ളത്? റബ്ബിക്കൽ അസീസിൽ വഖ്ഹാബ്, പ്രതാപശാലിയും അത്യുദാരനുമായ നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അവരുടെ കൈവശം അവർക്ക് കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ അവരിങ്ങനെയൊക്കെ പറയുന്നത്? അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ ഖജാനകൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന ഖജാനകൾ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ, ആ ഭണ്ഡാരങ്ങൾ അവരുടെ കൈവശമുണ്ടോ? എല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞോ? അള്ളാഹുവിൻ്റെ മുഴുവൻ കാരുണ്യം അവർക്ക് കിട്ടിയോ? അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗം അവർ നേടിക്കഴിഞ്ഞോ? എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇവർ പറയുന്നത്? എന്നിട്ടും ഒന്നുമില്ല എന്നർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ യാതൊരു കാരുണ്യവും, പരലോകത്തുള്ള കാരുണ്യവും അവർക്ക് ലഭിക്കുന്നില്ല. എന്നിട്ട് പോലും ഇവരിങ്ങനെയും വേണ്ടാത്തരം പറഞ്ഞ് നടക്കുകയാണോ, വിമർശിച്ച് നടക്കുകയാണോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഇങ്ങനെയൊക്കെ ധാർഷ്ട്യം കാണിക്കാനേ ഒരു പ്രവാചകൻ വന്ന് സത്യദീൻ അവരുടെ മുമ്പിൽ സർവ്വത്യാഗങ്ങളും സഹിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളാണ് വലിയവന്മാർ, ഞങ്ങളുടെ മതത്തിലൊന്നും ഇങ്ങനെയൊന്നും നേരത്തെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും സ്വയം പിന്തിരിയുകയും ചെയ്യുന്ന ആൾക്കാരോടാ അള്ളാന്റെ ചോദ്യം. എന്താണ് ഇവർ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത്? അള്ളാന്റെ കാരുണ്യം മുഴുവനും വാങ്ങി കീസലാക്കി വെച്ചിട്ടാണോ ഇവര്? ഇതിന്റെ പദാനുപദാർത്ഥം, 9-ാമത്തെ അർത്ഥത്തിൽ ആയത്തിന്റെ പദാനുപദാർത്ഥം. അം, അതുമല്ല, ഇൻദഹും, അവരുടെ അടുക്കൽ ഉണ്ടോ, ഖസാഇനു, ഖജാനകളുണ്ടോ, റഹ്മത്തി, കാരുണ്യത്തിന്റെ, റബ്ബിക, നിന്റെ റബ്ബിന്റെ. അപ്പം അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക, നിന്റെ നാഥന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അവരുടെ അടുക്കലുണ്ടോ? അൽ അസീസ്, പ്രതാപശാലിയായ അള്ളാഹു, അൽ വഖ്ഹാബ്, അത്യുദാരനുമായ അള്ളാഹു. അള്ളാഹുവിന്റെ 2 സിഫത്തുകളോട് കൊടുത്തിരിക്കുക. അൽ അസീസ്, പ്രതാപശാലി, അൽ വഖ്ഹാബ്, അത്യുദാരൻ. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 പേരുകളാണ്. അപ്പോ ഇങ്ങനെയുള്ള നാഥന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകളൊക്കെ അവരുടെ അടുക്കലുണ്ടോ? അള്ളാഹുവിന്റെ ഒരു ചോദ്യം. അടുത്ത ചോദ്യം വീണ്ടും അള്ളാഹു ഒരു ചോദ്യം കൂടെ ഉന്നയിക്കുകയാണ് അവരുടെ മുമ്പിൽ. അം ലഹും മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫൽയർതഖൂ ഫിൽ അസ്ബാബ്. അം ലഹും, അതുമല്ല അവരുടെ അടുക്കലുണ്ടോ, അവർക്ക് കിട്ടിയിട്ടുണ്ടോ, മുൽക്കുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ അധികാരങ്ങള് അല്ലെങ്കിൽ അവയുടെ ആധിപത്യം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? വമാ ബൈനഹുമാ, അതും അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതും.
ആകാശഭൂമികളുടെയും അവ രണ്ടിനിടയിലുള്ളതിൻ്റെയും സർവ ആധിപത്യവും അധികാരവും അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയത് കൊണ്ടാണോ ഇവരിതൊക്കെ പറയുന്നത്? എല്ലാം അവരുടെ അധികാരത്തിന്റെ കീഴിലാണ്. എന്ത്? ആകാശങ്ങൾ മുഴുവനും വാനലോകം മുഴുവനും ഈ മക്കാ മുശ്രിക്കുകളുടെ, ഇസ്ലാമിന്റെ വിമർശകരുടെ കയ്യിലാണോ ഉള്ളത്? അല്ലെങ്കിൽ ഭൂമിയുടെ അധികാരങ്ങൾ മുഴുവനും ഈ ആൾക്കാരുടെ കയ്യിലാണോ ഉള്ളത്? അതുപോലെ തന്നെ ആകാശഭൂമികൾക്കിടയിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണോ ഇവര്? അതുകൊണ്ടാണോ ഇവരിങ്ങനെ പറയുന്നത്? എന്നാ പിന്നെ ഫല്യർത്തഖൂ, അവരൊന്ന് കയറിപ്പോയി നോക്കട്ടെ. ഫിൽ അസ്ബാബ്, ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് വാനലോകത്തിന്റെ മുകളിലേക്ക് അവരൊന്ന് കയറിപ്പോകട്ടെ. എന്നിട്ട് അവരിതൊന്ന് പരിശോധിക്കട്ടെ. ഇതിനൊക്കെ അധികാരമൊക്കെ ഉണ്ട് എന്നാണല്ലോ. ഇതൊക്കെ ഞങ്ങളെ കീഴിലാണ്, ഞങ്ങളെക്കാളും വലിയൊരില്ല, ഞങ്ങൾ അനങ്ങിയാലേ ഭൂമി അനങ്ങുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുറെ കുളത്തിലെ തവളകളുണ്ട്. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട് ഇന്നും ലോകത്തുണ്ട്, ഇതുപോലുള്ള ആൾക്കാർ. ഞങ്ങളില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാർ. എല്ലാവരോടാ അള്ളാഹ് പറയുന്നത്, ആകാശഭൂമികളുടെ അവയ്ക്കിടയിലുള്ളതിന്റെ ആധിപത്യമുണ്ടോ ഇവരുടെ അടുക്കല്? എന്നാ അതുണ്ടെങ്കിൽ ഒന്ന് കയറിപ്പോയി, നിങ്ങൾ മേലോട്ടൊന്ന് കയറിപ്പോ. ഏതെങ്കിലും ഒരു മാർഗം, അസ്ബാബ് പറഞ്ഞ മാർഗങ്ങളാ, ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചിട്ട് നിങ്ങൾ അങ്ങ് കയറിപ്പോ. എന്നിട്ട് അതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരി നിങ്ങൾ എന്നാണ് അള്ളാഹു അവരോട് പറയുന്നത്. ഈ 10-ാം ആയത്തിന്റെ പദാനുപദാർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. അഥവാ ലഹും, അവർക്കുണ്ടോ, മുൽക്ക്, അധികാരം, സമാവാത്തി, ആകാശങ്ങളുടെ. ലഹും മുൽക്കു സമാവാത്തി, അതുമല്ല ആകാശങ്ങളുടെ അധികാരം അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആധിപത്യം അവർക്കുണ്ടോ. മുൽക്കിന് ആധിപത്യം, അധികാരം എന്നൊക്കെ പറയാം. വൽ അർളി, ഭൂമിയുടെയും, വമാ ബൈനഹുമ, അവ രണ്ടിനും ഇടയിലുള്ളതിൻ്റെയും. അപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സർവ്വതിൻ്റെയും അധികാരം അഥവാ ആധിപത്യം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്കുണ്ടോ. ഫൽയർത്തഖൂ, എങ്കിൽ അവർ കയറിപ്പോകട്ടെ, കയറി നോക്കട്ടെ. ഫൽയർത്തഖൂ, അവർ കയറട്ടെ, കയറി നോക്കട്ടെ. ഫിൽ അസ്ബാബ്, ഏതെങ്കിലും മാർഗങ്ങളിലൂടെ. അസ്ബാബ് പറഞ്ഞ മാർഗങ്ങൾ. ആകാശലോകത്തേക്ക് കയറിപ്പോകാൻ എന്തെങ്കിലും വഴി കാണല്ലോ. അപ്പൊ ഏതെങ്കിലും വഴിയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ അവർ കയറി നോക്കട്ടെ ആകാശലോകത്തേക്ക്, അല്ലെങ്കിൽ അവക്കിടയിലുള്ള പ്രപഞ്ചത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് അവർ കയറി ചെല്ലട്ടെ. എന്നിട്ട് അവർ നോക്കിക്കാണട്ടെ. കഴിയില്ലല്ലോ. അതാണ് അല്ലാഹു ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ആയത്ത്, ജുന്ദും മാ ഹുനാലിക മഹ്സൂമും മിനൽ അഹ്സാബ്. ജുന്ദും മാ, ഏതോ ഒരു സൈന്യമാകുന്നു, ഹുനാലിക, അവിടെയുള്ളത്. അപ്പൊ ഈ മക്കാ മുശ്രിക്കുകളെ പറ്റിയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ നിന്ദിച്ചുകൊണ്ട് ഉള്ള അള്ളാഹുവിന്റെ ഒരു പ്രയോഗ. ജുന്ദുമ്മ, ഏതോ ഒരു സൈന്യം. അത് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജുന്ദുമ്മ, അത് ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, ഏതോ ഒരു കൂട്ടർ, ഏതോ ഒരു സൈന്യം എന്ന നിലക്കാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അവർ ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഒരു ഒമ്പിച്ച സൈന്യമാണ് ഞങ്ങൾ എന്ന് തോന്നുന്നുണ്ട് അവരുടെ മനസ്സിൽ, ആ രൂപത്തിൽ. അങ്ങനെ അവരെ നിസ്സാരവൽക്കരിച്ച് ഓർക്ക് തോന്നും ഞങ്ങൾ വലിയ ആൾക്കാരാണ്. അള്ളാന്റെ മുമ്പിൽ, ഇസ്ലാമിന്റെ മുമ്പിൽ ഇതൊക്കെ എന്തെന്ന് വെറും 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 പുൽക്കൊടികളാണ്. ജുന്ദും മാ ഹുനാലിക, ഏതോ ഒരു സംഘം അല്ലെങ്കിൽ ഏതോ ഒരു സൈന്യമാണ് അവിടെയുള്ളത്. മഹ്സൂമുൻ, അവർ പരാജയപ്പെടാൻ പോകുന്ന സൈന്യമാണ്. മിനൽ അഹ്സാബ്, സഖ്യകക്ഷികളിൽപ്പെട്ട കുറെ സഖ്യകക്ഷികളുണ്ട് ഇസ്ലാമിന്റെ എതിരിലുള്ള. എല്ലാ വിഭാഗവും അങ്ങനെ. സത്യത്തിനെതിരില് അസത്യവാദികളെല്ലാം ഒറ്റക്കെട്ടായിരിക്കും. അതെക്കാലും ഇന്നും നമ്മൾ കാണുന്നതാണ്. എക്കാലത്തുള്ള ലോകത്തിന്റെ ചരിത്രമാണ്. സത്യം വരുന്ന സമയത്ത് അസത്യവാദികൾ എല്ലാ അഭിപ്രായ ഭിന്നതയും മാറ്റിവെച്ച് ഈ സത്യത്തെ തകർക്കാൻ ഒറ്റക്കക്ഷികളായി, ഒരു സഖ്യകക്ഷികളായി, ഒരു കൂട്ടുമുന്നണിയായിട്ട് വരും. ഇന്നും ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാ. എല്ലാ വിഭാഗവും ഇസ്ലാമിനെതിരായിരിക്കും. അവർ തമ്മിൽ യോജിപ്പുണ്ടോ? അതൊന്നുമില്ല. അവർ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പും ശത്രുതയും പരസ്പരം കൊന്നൊടുക്കലും കൊലവിളിയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഇസ്ലാമിന്റെ മുമ്പിൽ, ഇസ്ലാമിനെ കാണുമ്പോൾ എല്ലാം ഒറ്റക്കെട്ടായി ഇസ്ലാമിനോട് എതിർക്കാൻ വരും. അത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അതാ. അവര് അഹ്സാബാണ്, സഖ്യകക്ഷികളാണ് ഇസ്ലാമിനെ എതിർക്കുന്ന കാര്യത്തിൽ. മഹ്സൂം, എന്നാൽ അവർ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു കക്ഷിയാണത്. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ജുന്ദും മാ ഹുനാലിക മഹ്സൂമും മിനൽ അഹ്സാബ്, പല കക്ഷികളിൽപ്പെട്ട പരാജയപ്പെടാൻ പോകുന്ന ഒരു സൈന്യ വ്യൂഹമത്രേ അവിടെയുള്ളത്. നിസ്സാരമായ ഒരു സൈന്യം ഇതാ ഇപ്പൊ പരാജയപ്പെടും. ഇത് അനുഭവിച്ചതാണ്, കണ്ടതാണ്. ബദറിൽ ഇസ്ലാമിന്റെ
മുഖ്യ ശത്രുക്കളായ മഹാരഥന്മാരൊക്കെ മരിച്ചു വീണു. ബദറോടുകൂടി ഇസ്ലാമിന് വമ്പിച്ച വിജയം വന്നു. കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് ഫതഹ് മക്ക വന്നു, മക്ക വിജയം വന്നു. അതോടുകൂടെ ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിഷ്കാസനം ചെയ്യപ്പെട്ടു. ഒറ്റപ്പെട്ട വ്യക്തികൾ ഒറ്റപ്പെട്ട് ജീവിക്കുക ഉണ്ടെങ്കിൽ തന്നെ എന്നല്ലാതെ ഇസ്ലാമിലേക്ക് കൂട്ടമായി സംഘമായി ലോകം മുഴുവനും അറേബ്യ മുഴുവനും ഒഴുകുകയായിരുന്നു ഇസ്ലാമിലേക്ക്. അതൊക്കെ വന്നു കഴിഞ്ഞു. അതാ മുന്നറിയിപ്പ് നൽകുക പടച്ചോൻ നേരത്തെ തന്നെ പറയുക, മഹ്സൂം, ഇവർ പരാജയപ്പെടുന്ന സഖ്യസേന തന്നെയാകുന്നു. ഇവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ഒരു അജയ്യതയാണത്. അള്ളാഹു വഅദ ചെയ്തു. ആ വഅദ അങ്ങനെ തന്നെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് അതങ്ങ് പൂർത്തീകരിക്കപ്പെട്ടു. ചരിത്രം അതിന് സാക്ഷിയാണ്. അങ്ങനെയുള്ള പരാജയപ്പെടാൻ പോകുന്ന ഒരു ചെറിയ കക്ഷികൾ മാത്രമാകുന്നു ഇവർ, ഒരു ചെറിയ സൈന്യവ്യൂഹം മാത്രമാകുന്നു ഇവർ. ഈ ആയത്തിൻ്റെ പദാനുപദാർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ജുന്തും, സൈന്യവ്യൂഹം, സൈന്യമാകുന്നു. മാ, ഏതോ ഒന്ന്. ജുന്തും മാ, ഏതോ ഒരു സൈന്യമാകുന്നു. ഹുനാലിക, അവിടെയുള്ളത്. മഹ്സൂമുൻ, പരാജയപ്പെടുന്നതുമായ. മഹ്സൂം, പരാജയപ്പെടുന്നവരുമായ ഏതോ ഒരു സൈന്യമാണ് അവിടെയുള്ളത്. മീനൽ അഹ്സാബ്, കക്ഷികളിൽപ്പെട്ട. മീൻ പെട്ടത്, അഹ്സാബ് കക്ഷികൾ, ഹിസ്ബിന്റെ ജമ അഹ്സാബ്. മിനൽ അഹ്സാബ്, സഖ്യ കക്ഷികളിൽപ്പെട്ട പരാജയപ്പെടാൻ പോകുന്ന ഏതോ ഒരു സൈന്യമാകുന്നു അവിടെയുള്ളത്. പ്രിയപ്പെട്ട പഠിതാക്കളെ, സൂറത്തു സ്വാദ് 38-ാം അധ്യായമാണ്. ആ 38-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 8 മുതൽ 11 വരെയുള്ള 4 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാം ഒരേ വിഷയത്തിൽ ഊന്നി നിൽക്കുകയാണ്. അതിനു മുമ്പുള്ള ഏതാനും ആയത്തുകളുമായി വളരെ വ്യക്തമായ ബന്ധം, വളരെ കൃത്യമായ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആയത്തുകളാണ്. ആ മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ന്യായീകരണങ്ങളും അവരുടെ ചെയ്തികളെയും തുറന്നു കാണിക്കുകയാണ് ഈ ആയത്തിലൂടെ. അവരാണെങ്കിൽ ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ എതിർപ്പുകളും വിമർശനങ്ങളും കുത്തുവാക്കുകളും, അതുപോലെ അവരുടെ മുസ്ലിങ്ങളെ ആക്രമിക്കലും മുസ്ലിങ്ങളെ പരമാവധി ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരോട് ആ പടച്ചറബ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള പ്രേരണ? ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം മുഴുവൻ നിങ്ങളുടെ കയ്യിലാണോ? ആ ധാർഷ്ട്യമാണോ നിങ്ങളതിന് പ്രേരിപ്പിക്കുന്നത്? ആകാശഭൂമികളുടെ അവയ്ക്കിടയിലുള്ള അതിൻ്റെ അധികാരം, ആധിപത്യം നിങ്ങളുടെ കയ്യിലാണോ? അത് വെച്ചാണോ നിങ്ങളിങ്ങനെ ഒക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ സമീപഭാവിയിൽ പരാജയപ്പെടാൻ പോകുന്ന ഒരു സഖ്യ കക്ഷികൾ മാത്രമാണ് എന്ന് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തി ചെയ്യണം. എൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, അള്ളാഹു അവരെ മുന്നറിയിപ്പ് നൽകുക. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ഒരു അംശം നിങ്ങൾ അനുഭവിച്ചാൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ ദുശ്ശാഠ്യത്തിൻ്റെ ആ പരിണിത ഫലം എന്തായിരുന്നു എന്ന്. ഇതൊക്കെയാണ് അള്ളാഹു ഇതിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.